പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഇൻ റീവാലുവേഷൻ അക്കൗണ്ട്. ഒരു പങ്കാളിത്ത സ്ഥാപനം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വിവിധ സന്ദർഭങ്ങളാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെൻറ്റ്, ഡെത്ത് ആൻഡ് ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ തയ്യാറാക്കുന്ന വളരെയധികം പ്രാധാന്യമുള്ള ഒരു അക്കൗണ്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും അവയുടെ ജേണൽ എൻട്രികൾ എന്തെല്ലാമാണെന്നുമെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചതാണ്. റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ഉൾപ്പെട്ടേക്കാവുന്ന ഒരു പ്രധാന ഐറ്റമാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. വ്യത്യസ്ത രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ നൽകുകയാണെങ്കിൽ എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ അവ പരിഗണിക്കേണ്ടത് എന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് റീവാലുവേഷൻ അക്കൗണ്ടിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നും അതിനുശേഷം തയ്യാറാക്കുന്ന പുതിയ ബാലൻസ് ഷീറ്റിൽ അവ എങ്ങനെ രേഖപ്പെടുത്തണമെന്നുമാണ് ഈ ക്ലാസ്സിലൂടെ വിശദീകരിക്കുന്നത്. ആദ്യമായി ക്രിയേഷൻ ഓഫ് എ ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പ്രോബ്ലത്തിൽ പുതുതായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ അവ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം. ഉദാഹരണമായി സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന ഒരു ഐറ്റം നൽകിയിട്ടുണ്ട് 20,000. അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10% ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 10% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ടു ബി ക്രിയേറ്റഡ് ഫോർ ₹2,000. 2,000 രൂപ ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഈ രീതിയിൽ ഒന്നെങ്കിൽ ആ എമൗണ്ട് എത്ര പെർസെൻറ്റേജ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് എന്ന്. ഈ രീതിയിൽ നിലവിലെ ബാലൻസ് ഷീറ്റിൽ പ്രൊവിഷൻ ഇല്ലാതിരിക്കുകയും പുതുതായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഇവ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. ആദ്യം നമ്മൾ ഫസ്റ്റിൽ പറയുന്നത് ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 10% ഓൺ ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 10% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ പ്രൊവിഷൻ എത്രയാണെന്ന് കണ്ടെത്താം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഈക്വൽ ടു സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 10%, അല്ലേ? അപ്പോൾ 20,000ൻ്റെ 10% ദാറ്റ് ഈസ് 2,000. അപ്പോൾ പ്രൊവിഷൻ 10% ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻ എത്രയാണെന്ന് കണ്ടെത്തണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നേരിട്ട് 2,000 എന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ പ്രത്യേകിച്ച് കണ്ടെത്തേണ്ട കാര്യമില്ല. ഇനി ഇത്തരത്തിൽ പുതുതായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ആ പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ എത്രയാണോ അത്രയും തുക റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. കാരണം ഇത് ഇൻക്രീസ് ഇൻ ലാബിലിറ്റി, ഒരു ലാബിലിറ്റി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ആ പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ എത്രയാണോ അത്രയും തുക ഡെബിറ്റ് ചെയ്യണം. ഇനി ബാലൻസ് ഷീറ്റിൽ ഇവ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ സൺട്രി ഡെപ്റ്റേഴ്സ് 20,000 എന്ന് രേഖപ്പെടുത്തുന്നു. ഇനി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട അത്രയും പ്രൊവിഷൻ നമ്മൾ ഡെപ്റ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്യണം. ലെസ് പ്രൊവിഷൻ എത്രയാണ്? പ്രൊവിഷൻ നമ്മൾ കണ്ടെത്തിയത് 2,000. അത്രയും ലെസ് ചെയ്ത് ബാക്കി എമൗണ്ടാണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്.
അപ്പോൾ പുതുതായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഒന്നെങ്കിൽ എന്താണ് ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 10% ഓൺ ഡെപ്റ്റേഴ്സ് എന്നോ, അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ടു ബി ക്രിയേറ്റഡ് ഫോർ 2000 എന്നിങ്ങനെ എമൗണ്ട് നൽകിക്കൊണ്ടോ പെർസെൻറ്റേജ് നൽകിക്കൊണ്ടോ നമ്മളോട് ആവശ്യപ്പെടാം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ നിന്നും അത്രയും പ്രൊവിഷൻ നമ്മൾ ലെസ് ചെയ്യുകയും വേണം. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആൾറെഡി ഒരു പ്രൊവിഷൻ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരിക്കും. ബാലൻസ് ഷീറ്റിൽ നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ ആൾറെഡി പ്രൊവിഷൻ ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ വർദ്ധിപ്പിക്കണം എന്ന് പറയുകയാണ്. ഇൻക്രീസ് ഇൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൽ വർധനവുണ്ടാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് അവ രേഖപ്പെടുത്തേണ്ടത്? അപ്പോൾ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. നോക്കൂ, ക്വസ്റ്റ്യനിൽ കാണാം ബാലൻസ് ഷീറ്റിൻ്റെ ഒരു മാതൃക നൽകിയിട്ടുണ്ട്. അതിൽ സൺട്രി ഡെപ്റ്റേഴ്സ് 40,000 എന്ന് കാണാം, ലെസ് പ്രൊവിഷൻ 2,000, ദെൻ എമൗണ്ട് കോളത്തിൽ 38,000. അപ്പോൾ ഓൾഡ് പ്രൊവിഷൻ, പഴയ പ്രൊവിഷൻ പഴയ പ്രൊവിഷൻ എത്രയുണ്ട്? 2000 രൂപയുണ്ട്. ഇനി രണ്ട് രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വന്നേക്കാം. ഒരു രീതി നോക്കൂ, ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അറ്റ് ദി റേറ്റ് ഓഫ് 7% ഓഫ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 7% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആൾറെഡി പ്രൊവിഷൻ ഉണ്ടായിരിക്കെ അങ്ങനെ ആവശ്യപ്പെടാറുണ്ട്. അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ടു 2,800. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 2,800 വർദ്ധിപ്പിക്കണം. അപ്പോൾ ആൾറെഡി ഇപ്പോൾ എത്രയേ ഉള്ളൂ? 2000 ഉള്ളൂ. അത് 2,800 ആക്കണം എന്ന്. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾക്ക് എമൗണ്ട് എത്രയായിട്ടാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്ന് തന്നിട്ടുണ്ടോ? ഇല്ല. പകരം 7% എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. ന്യൂ പ്രൊവിഷൻ, പുതിയ പ്രൊവിഷൻ നമ്മൾ കണ്ടെത്തുമ്പോൾ എന്താണ്? 40,000ൻ്റെ 7%, 4 7 28 അല്ലേ? അപ്പോൾ 2,800 എന്ന് കാണാം. ഇനി അപ്പോൾ ഓൾറെഡി നൽകുകയാണെങ്കിൽ പിന്നെ പ്രത്യേകം കണ്ടെത്തേണ്ടതില്ല. രണ്ടാമത്തെ കേസിൽ എന്താണ്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ടു 2,800, 2,800 ആക്കി വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കണ്ടെത്തേണ്ടതില്ല. 7% എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പുതിയ പ്രൊവിഷൻ എത്രയാണെന്ന് കണ്ടെത്തി. ഇനി നോക്കൂ, ഓൾഡ് പ്രൊവിഷൻ ഇവിടെ എത്രയാണ്? ഓൾഡ് പ്രൊവിഷൻ ഈക്വൽ ടു 2,000 അല്ലേ? 2,000. അപ്പോൾ പഴയ പ്രൊവിഷൻ 2000-ഉം പുതുതായിട്ട് പ്രൊവിഷൻ എത്രയും 2,800-ഉമാണ്. അപ്പോൾ പ്രൊവിഷനിൽ എന്താണ്? വർധനവാണോ കുറവാണോ ഉണ്ടായിട്ടുള്ളത്? നമുക്കറിയാം, പുതിയതായിട്ട് 2,800 എന്ന് പറയുമ്പോൾ 800 രൂപയുടെ ഇൻക്രീസ് ഇൻ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് അല്ലേ? 800 രൂപ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സിൽ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സിൽ വർധനവുണ്ടാകുമ്പോൾ എത്രയാണോ വർധനവുണ്ടായത്, ഇൻക്രീസ് ഉണ്ടായത്, ആ ഇൻക്രീസ്ഡ് എമൗണ്ട് ആണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയാണോ വർദ്ധിച്ചത് അത്രയും തുക നമുക്ക് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ 2000 ഉണ്ട്, അത് 7% എന്ന് ആക്കാൻ പറയുമ്പോൾ 2,800 ആവും. അപ്പോൾ എത്രയാണ് ഓൾറെഡി വർധനവുണ്ടായത്? പ്രൊവിഷനിലുണ്ടായ വർധനവ് 800 രൂപ. അപ്പോൾ അത്രയും പ്രൊവിഷൻ വർദ്ധിച്ചപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? അത് ഡെബിറ്റ് ചെയ്യണം. വർദ്ധിച്ച തുകയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. 2,800 അല്ല, 2000-ഉം അല്ല. എത്രയാണ് വർധനവുണ്ടായത്? 800 രൂപ. അപ്പോൾ 800 രൂപ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി ഇത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ്? പുതിയ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ രേഖപ്പെടുത്തും? പുതിയ ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം സൺട്രി ഡെപ്റ്റേഴ്സ് 40,000 അല്ലേ? 40,000. അപ്പോൾ എന്താണ്? 2,800 വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ലെസ് പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര രേഖപ്പെടുത്തണം? 2,800. പുതിയ പ്രൊവിഷൻ എത്രയാണ്? ന്യൂ പ്രൊവിഷനാണ് രേഖപ്പെടുത്തുന്നത്. ന്യൂ പ്രൊവിഷൻ എത്ര വരും? 2,800 രൂപ. അപ്പോൾ ബാക്കി തുകയാണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്ന രണ്ട് വ്യത്യസ്ത കേസുകൾ നമ്മൾ പറഞ്ഞു. എങ്ങനെയാവാം? ആൾറെഡി പ്രൊവിഷൻ ബാലൻസ് ഷീറ്റിൽ തരുന്നു, അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ 7% എന്നോ അല്ലെങ്കിൽ 2,800 എന്നോ വർദ്ധിച്ചു എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ നൽകുകയാണെങ്കിൽ അത്രയാണോ വർദ്ധിച്ചത് അത്രയും തുകയാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്നും എത്രയാണ് പുതുതായിട്ട് വർദ്ധിച്ച എമൗണ്ട് അത്രയും തുക കുറയ്ക്കണം. ഓക്കെ, മറ്റൊരു കേസ് കൂടി നോക്കാം. നോക്കൂ, ഇവിടെയും ബാലൻസ് ഷീറ്റിൽ
സൺട്രി ഡെപ്റ്റേഴ്സ് 40,000, പ്രൊവിഷൻ 2000, അപ്പോൾ ബാലൻസ് എമൗണ്ട് 38,000. ഇനി രണ്ട് രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുന്നുണ്ട്. ഒന്ന്, ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ 500. ദെൻ മറ്റൊന്ന്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഫൗണ്ട് ടു ബി ഷോർട്ട് ബൈ 500. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൽ 500 രൂപ വർദ്ധിപ്പിക്കണം. അപ്പോൾ എത്രയാണ് ഇൻക്രീസ്ഡ് ബൈ? 500 രൂപയുടെ വർധനവ് വേണം. ഇവിടെ എന്താണ്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 500 രൂപ ഷോർട്ടായിട്ടാണ് കാണുന്നത്, കുറവായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ അത് പോരാ, എന്താണ്? 500 രൂപ കൂടി വേണ്ടതാണ്. അപ്പം ഈ രണ്ട് കേസിലും അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾക്ക് എന്താണ്? ഫസ്റ്റ് കേസിൽ എന്താണ്? ഇൻക്രീസ്ഡ് ഇൻ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് 500 രൂപയുടെ വർധനമാണുള്ളത്. അപ്പോൾ രണ്ട് കേസിലും രണ്ട് രീതിയിൽ ക്വസ്റ്റ്യനിൽ നൽകുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താണ്? ഫൗണ്ട് ടു ബി ഷോർട്ട് ബൈ 500 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൊവിഷനിൽ 500 രൂപ കുറവാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 500 രൂപ കൂടി വേണം, അല്ലെങ്കിൽ 500 രൂപ വർദ്ധിപ്പിക്കണം എന്ന് ഈ രീതിയിലൊക്കെ വരാം. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്, അപ്പം ന്യൂ പ്രൊവിഷൻ, ഇൻക്രീസ് ഇൻ പ്രൊവിഷൻ ഇവിടെ ഓൾറെഡി എത്രയാണ് പ്രൊവിഷനിൽ വർധനവ് എന്ന് നേരിട്ട് തന്നിട്ടുണ്ട്. 500 രൂപയാണ് ഇവിടെ വർധനവ്. അപ്പോൾ ന്യൂ പ്രൊവിഷൻ, യഥാർത്ഥത്തിൽ പുതിയ പ്രൊവിഷൻ എന്താണ്? 2000 പ്ലസ് 500 2500. അപ്പം ന്യൂ പ്രൊവിഷൻ എത്ര വരും? 2000-ഉം അത് 500 രൂപ വർദ്ധിച്ചു, അപ്പോൾ 2500. 2000 500 രൂപയായി വർദ്ധിച്ചു എന്നല്ല, 2000-ന് 500 രൂപയുടെ വർധനവ്, അല്ലേ? 500 രൂപ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 500 രൂപ കുറവാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അത് 2000 ഇപ്പോൾ ഉള്ള പ്രൊവിഷൻ 500 രൂപ കുറവാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അത് പോരാ, 500 കൂടി വേണമെന്ന അർത്ഥം വരുന്നത്, അല്ലേ? അപ്പോൾ ഈ കേസിൽ നോക്കൂ, റീവാലുവേഷൻ അക്കൗണ്ടിൽ എത്രയാണ് നമ്മൾ പ്രൊവിഷനിൽ വർധനമുണ്ടായിട്ടുള്ളത്? 500 രൂപ. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എത്രയാണോ വർധനമുണ്ടായി അത്രയും തുക റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് 40,000 ലെസ് പ്രൊവിഷൻ എത്ര ഉണ്ടാവും? പഴയ പ്രൊവിഷൻ 2000, 500 രൂപ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2000 പ്ലസ് 500, അല്ലേ? 2500. ബാലൻസ് 37,500. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്തരത്തിൽ ക്വസ്റ്റ്യനിൽ ഇത്തരത്തിലുള്ള വേർഡുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പ്രൊവിഷൻ ഈസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ 500, ഷോർട്ട് ബൈ 500 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ 500 രൂപയുടെ ഇൻക്രീസ് ഇൻ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വ്യത്യസ്തമായ കേസുകൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ വ്യത്യസ്തമായ 4 രീതിയിലുള്ള കേസുകൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. നെക്സ്റ്റ് വരുന്നത് ഡിക്രീസ് ഇൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ബാലൻസ് ഷീറ്റിൽ ആൾറെഡി പ്രൊവിഷൻ ഉണ്ട്, ആ പ്രൊവിഷനിൽ കുറവാണുള്ളതെങ്കിൽ, ആ പ്രൊവിഷൻ അത്ര വേണ്ട, അതിൽ കുറവ് വരികയാണെങ്കിൽ നമുക്ക് ആ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റി ആയിട്ട്, ആ ലാബിലിറ്റിയിൽ കുറവ് വരുമ്പോൾ എന്താ ചെയ്യുക? റീവാലുവേഷനെ കൊണ്ടല്ല അത് ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ അത്തരം ചില സന്ദർഭങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സൺട്രി ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സ് 30,000 ലെസ് പ്രൊവിഷൻ 2,500, ബാലൻസ് 27,500. ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെ ഡെപ്റ്റേഴ്സും പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആൾറെഡി പ്രൊവിഷനുണ്ട്. എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നു ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 5% ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പറയാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് വിൽ ബി റെഡ്യൂസ്ഡ് ടു 1,500. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 1500 ആയിട്ട് കുറക്കണം. 1500 രൂപയുടെ കുറവല്ല, 2500 ഉള്ളത് 1500 ആയിട്ട് കുറക്കണം. ഈ രീതിയിൽ പറയുമ്പോൾ ഫസ്റ്റ് കേസ് ഒന്ന് നോക്കാം. ആദ്യം 5% എന്ന് പറഞ്ഞാൽ ഓൾഡ് പ്രൊവിഷൻ എത്രയാണ്? 2500, അല്ലേ? 2500 പറയും പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1500 അല്ലെങ്കിൽ 30,000-ന്റെ 5% എന്ന് പറഞ്ഞാൽ അതും 1500, അല്ലേ?
നിങ്ങൾ ക്വസ്റ്റ്യൻ ഒരേപോലുള്ള ക്വസ്റ്റ്യൻ നൽകി എന്നേ ഉള്ളൂ എളുപ്പത്തിൽ വിശദീകരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നോക്കൂ, പഴയ പ്രൊവിഷൻ എത്രയാണ്? 2500 പുതിയ പ്രൊവിഷനോ 1500 ഉള്ളൂ ഇല്ലേ? അപ്പോൾ പ്രൊവിഷനിൽ എന്താണ്, കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? നമുക്കറിയാം ഡിക്രീസ് ഇൻ പ്രൊവിഷൻ അല്ലേ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൽ കുറവാണ് സംഭവിച്ചത്. എത്രയാ? 1000 രൂപ കുറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഒരു പ്രൊവിഷനിൽ കുറവാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ആ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ത് ചെയ്യണം? എത്രയാണോ കുറഞ്ഞത് അത്രയും തുക ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ 2 കേസുകൾ, അതായത് 5% എന്ന് പറയുമ്പോൾ ആ ശതമാനം നമ്മൾ കണ്ടു നോക്കുകയാണ്. അപ്പോൾ കാണുന്നു പഴയ പ്രൊവിഷനും പുതിയ പ്രൊവിഷനും നോക്കുമ്പോൾ പ്രൊവിഷൻ കുറവാണ് ഉണ്ടായതെങ്കിൽ എത്രയാണോ കുറഞ്ഞത് അത്രയും തുക റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. രണ്ടാമത്തെ കേസിൽ എന്താണ്? പ്രൊവിഷൻ 1500 കുറക്കണം എന്ന് പറയാണ്. അപ്പോൾ 2500 1500 ആക്കണം എന്ന് പറയുമ്പോൾ എത്ര രൂപ കുറക്കണം എന്നാണ് പറയുന്നത്? 1000 രൂപ. അപ്പോൾ അങ്ങനെയും നൽകാം. അപ്പോൾ അപ്പോഴൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? പ്രൊവിഷനിൽ കുറവ് സംഭവിച്ചു. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ അത്രയും തുക ക്രെഡിറ്റ് ചെയ്യണം. ഇനി ബാലൻസ് ഷീറ്റിൽ അവ എങ്ങനെ രേഖപ്പെടുത്തും? ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി രേഖപ്പെടുത്തിയത് 30,000 നിന്നും 2500 കുറച്ച് 27,500 പുതിയ ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സ് 30,000 ലെസ് പ്രൊവിഷൻ. ഇപ്പോൾ പ്രൊവിഷൻ എത്രയേ ഉള്ളൂ? 2500 ഉണ്ടോ? പുതിയ പ്രൊവിഷൻ എത്രയാണ്? 1500 ഉള്ളൂ. അപ്പോൾ 1500 മാത്രം കുറച്ചാൽ മതി. അങ്ങനെ 28,500. അപ്പോൾ പ്രൊവിഷൻ കുറയുന്ന 2 വ്യത്യസ്ത കേസുകളാണ് നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പുള്ള ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ വിശദീകരിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നോക്കാം, മറ്റൊരു കേസ് നോക്കാം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഈസ് ടു ബി ഡിക്രീസ്ഡ് ഓർ റെഡ്യൂസ്ഡ് ബൈ ₹1,000. സൺട്രി ഡെപ്റ്റർ 30,000 ഉണ്ട് ബാലൻസ് ഷീറ്റിൽ, പ്രൊവിഷൻ 2500. അപ്പോൾ ഓൾറെഡി പ്രൊവിഷൻ 2500 ഉണ്ട്. ഇനി നമ്മളോട് പറയാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഈസ് ടു ബി ഡിക്രീസ്ഡ് ബൈ അല്ലെങ്കിൽ ഓർ റെഡ്യൂസ്ഡ് ബൈ ₹1,000. പ്രൊവിഷൻ 1000 രൂപ കുറക്കണം. 1000 കുറക്കണം എന്നല്ല, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൽ 1000 രൂപ കുറക്കണം. അപ്പോൾ എത്രയാണ് കുറവ്? 1000 രൂപ. റെഡ്യൂസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ അത്ര ഉദ്ദേശിക്കുന്നത് 1000 രൂപ കുറക്കണം. അപ്പോൾ റെഡ്യൂസ് ചെയ്യേണ്ടത് 1000 രൂപയാണ്. അല്ല 2500 1000 കുറക്കണമെന്നല്ല, അതിൽ നിന്നും 1000 രൂപ കുറക്കണം എന്നുള്ള അർത്ഥം വരുന്നത്. അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് വാസ് ഫൗണ്ട് ഇൻ എക്സസ് ഓഫ് ₹1,000. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൽ 1000 രൂപ അധികമായിട്ടാണ് കാണുന്നത്, എക്സസ് ആയിട്ടാണ് കാണുന്നത്. ഫൗണ്ട് ഇൻ എക്സസ് ബൈ ₹1,000 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള 2500 എന്ന പ്രൊവിഷൻ 1000 രൂപ അധികമാണ് എന്ന് പറഞ്ഞാൽ അത്ര വേണ്ട, എത്ര മതി? 1000 രൂപ കുറയ്ക്കണം, 2500 മതി എന്നാണ് അർത്ഥം അല്ലേ? അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾക്ക് പ്രയാസകരമാവുന്ന ഇത്തരം സെൻറ്റൻസുകൾ വന്നാൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? റെഡ്യൂസ്ഡ് ബൈ 1000 എന്ന് പറഞ്ഞാൽ ഡിക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ബൈ 1000, 1000 രൂപ കുറക്കണം, 1000 രൂപ കുറക്കണം. അപ്പോൾ പ്രൊവിഷനിൽ എത്ര രൂപയാണ് കുറവ് സംഭവിച്ചിട്ടുള്ളത്? 1000 രൂപ. രണ്ടാമത്തെ കേസിൽ വേറൊരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകാം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് വാസ് ഫൗണ്ട് ഇൻ എക്സസ് ബൈ ₹1,000. അങ്ങനെ പ്രൊവിഷനിൽ 1000 രൂപ അധികമായിട്ടാണ് കാണുന്നത് അല്ലേ? 1000 രൂപ അതിൽ ഫൗണ്ട് ഇൻ എക്സസ്, 1000 രൂപ അധികമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ല, 1000 രൂപ കുറവ് വേണം എന്നുള്ളതാണ് അർത്ഥം അല്ലേ? അപ്പോൾ ഈ 2 കേസിലും എന്താണ്? ഓൾഡ് പ്രൊവിഷൻ 2500 ന്യൂ പ്രൊവിഷൻ എന്ന് പറയുന്നത് 1000. 2500 നിന്ന് 1000 രൂപ കുറച്ചാൽ എത്ര കിട്ടുന്നത്? 1500. അല്ലെങ്കിൽ അപ്പോൾ എത്രയാണ് ഡിക്രീസ് ഇൻ പ്രൊവിഷൻ? ആ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 1000 രൂപ അല്ലേ? ഡിക്രീസ് ഇൻ പ്രൊവിഷൻ 1000 രൂപയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ന്യൂ പ്രൊവിഷൻ എത്രയേ ഉള്ളൂ? 1000 രൂപ കുറക്കണം എന്ന് പറഞ്ഞാൽ 1000 രൂപയായി കുറക്കണം എന്നല്ല അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ 1000 രൂപ അധികമായിട്ടാണ് കാണുന്നത്. ഫൗണ്ട് ഇൻ എക്സസ് ബൈ ₹1,000 എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഡിക്രീസ് ഇൻ പ്രൊവിഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊവിഷൻ കുറയുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് ചെയ്യണം. ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ രേഖപ്പെടുത്തും? ബാലൻസ് ഷീറ്റിൽ പഴയ ബാലൻസ് ഷീറ്റിൽ 30,000 2500 കുറക്കുന്നത്. ഇവിടെയോ സൺട്രി ഡെപ്റ്റേഴ്സ് 30,000 ലെസ് പ്രൊവിഷൻ. പ്രൊവിഷൻ എത്രയാണ് കുറയ്ക്കേണ്ടത്? പുതിയ പ്രൊവിഷൻ എത്രയാണ്? 1000 രൂപ കുറഞ്ഞാൽ 2500 1000 രൂപ കുറഞ്ഞാൽ എത്രയാണ്? 1500 ഉള്ളൂ. അപ്പോൾ 27,500 രൂപ.
അപ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ കേസുകൾ റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ കേസുകളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്ന സന്ദർഭങ്ങളിൽ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യാൻ കഴിയണം. അപ്പോൾ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടൊക്കെ വരാവുന്ന വ്യത്യസ്തമായ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഈ എക്സാമ്പിളുകളിലൂടെ ഞാൻ വിശദീകരിച്ചത്. അത്തരം സന്ദർഭങ്ങളിലെല്ലാം റിവാലുവേഷൻ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും അവ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് വ്യക്തമായി വിശദീകരിക്കേണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ഉന്നയിക്കാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. സോറി, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി പറയാനുണ്ടായിരുന്നു, വിട്ടുപോയതാണ്. നിങ്ങൾ നോക്കൂ, ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സ് ലെസ് പ്രൊവിഷൻ തന്നിട്ടുണ്ട്. അതിനുശേഷം അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പറയാണ്, ഓൾ ഡെപ്റ്റേഴ്സ് ആർ ഗുഡ്, therefore no provision is required. ഇങ്ങനെ നൽകുകയാണെന്ന് വിചാരിക്കുക. എല്ലാ ഡെപ്റ്റേഴ്സും ഗുഡാണ്, ബാഡ് ഡെപ്റ്റേഴ്സ് ഇല്ല, അപ്പോൾ പ്രൊവിഷൻ ആവശ്യമില്ല. ഇങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിവാലുവേഷൻ അക്കൗണ്ടിൽ അത്രയും തുക കുറഞ്ഞു അല്ലേ, പ്രൊവിഷൻ പൂർണ്ണമായിട്ടും കുറവ് സംഭവിക്കുക ചെയ്യുന്നു അല്ലേ. ഇവിടെ നോക്കൂ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്, പ്രൊവിഷനും ഉണ്ട്. എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ എല്ലാ ഡെപ്റ്റേഴ്സും ഗുഡാണ്, അതുകൊണ്ട് പ്രൊവിഷൻ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ 2500 രൂപയുടെ കുറവാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൽ ഉണ്ടാകുന്നത്. അത്രയും കുറയാണ്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ അത്രയും തുക നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് സൺട്രി ഡെപ്റ്റേഴ്സ് രേഖപ്പെടുത്തുക? സൺട്രി ഡെപ്റ്റേഴ്സ് 30,000. അവിടെ പ്രൊവിഷൻ കുറക്കണോ? വേണ്ട, എല്ലാ ഡെപ്റ്റേഴ്സും ഗുഡാണ്, പ്രൊവിഷൻ ആവശ്യമില്ല പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.